ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വഴുതന കൃഷിയാണ്. വഴുതന കൃഷി വിത്ത് പാകുന്നത് മുതൽ നമ്മൾ വലിയ തൈക്ക് വളം ചേർക്കുന്നത് വരെയുള്ളതായ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതായ ഏത് പച്ചക്കറി തൈകളാണെന്നുണ്ടെങ്കിലും ഒരു 4-5 വിളവെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെടിയൊക്കെ തീരുമില്ലേ. അപ്പം അത് തീർന്നു എന്ന് കരുതി പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാതെ, മടി പിടിച്ചിരിക്കാതെ വീണ്ടും എന്താണ് നമ്മൾ അടുത്തതിങ്ങനെ നട്ടുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഏതൊരു പച്ചക്കറിയും നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിത്തുകൾ പാകുമ്പോൾ തന്നെ എന്ത് വേണമെന്നറിയാമോ, നമ്മുടെ മണ്ണൊക്കെ ഒരുക്കി വയ്ക്കണം. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിന് നല്ല ഫലപുഷ്ടി ഉണ്ടാവുകയും നല്ലതുപോലെ വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ കുമ്മായമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുമ്മായം ഇടുന്നില്ല. ഇപ്പം ഈ വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് വേണ്ട കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ആയിരിക്കണം, കുറച്ച് മതി. നമ്മൾ വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്വല്പം ഇട്ടാൽ മതി. അതിലോട്ട് ഒരു സ്വല്പം സൂഡോമോണസ് എന്താണ്ട് എത്രയും എടുത്തിട്ടുള്ളൂ, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിത്ത് പാകുമ്പോൾ ഇതിനകത്ത് എല്ലുപൊടി അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സൂപ്പർ മീൽ അങ്ങനെയുള്ള ഒരു വളവും ഇതിനകത്ത് ഇട്ട് കൊടുക്കണ്ട. ആ വിത്തുകൾ ഒരു എന്തായാലും 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത് കിളിച്ച് വരും. ചില വിത്തുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അങ്കുരണ ശേഷിക്ക് കിളിച്ച് വരാനായിട്ട് കുറച്ച് താമസം എടുക്കത്തുള്ളൂ. ചിലത് പെട്ടെന്ന് കിളിച്ച് വരും. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ട് ആക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വിത്തുകൾ പാകി കൊടുക്കാം. ഈ വിത്തുകൾ നമ്മൾ വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഒന്ന് മണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റിക്കൊണ്ട്, കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പറക്കി മാറ്റി കളയുക. അതിലോട്ട് നമുക്ക് ഈ വിത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിട്ടുന്ന വിത്തുകൾ ഫുൾ അങ്ങ് ഇടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചേക്കുക. അഥവാ നമ്മുടെ വിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോവുകയോ മഴവെള്ളത്തിൽ ഒലിച്ചു പോവുകയോ ചെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നടാമല്ലോ. ഏതെങ്കിലും വിത്തുകൾ പുറത്തോട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒന്ന് അകത്തോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം സ്പ്രേ ചെയ്യാവും. ഇത് മഴയത്തൊന്നും കൊണ്ടുവെക്കരുത്. ഇത് ഇങ്ങനെ ഒരു 2-3 ദിവസമെങ്കിലും ഷെയ്ഡിൽ വെച്ചിട്ട് വേണം ഇത് പുറത്തോട്ടെടുത്ത് വെക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പാകി വെച്ചിരിക്കുന്നതായ മാലാക വഴുതനയുടെ വിത്തുകളാണ്. ദാണ്ട് ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ, കണ്ടില്ലേ. ഒരു 8-9 ദിവസമായി ഇത് പാകി വെച്ചിട്ട്. അതിൻ്റെ അങ്കുരണശേഷി വളരെ പെതിയാണ്. അപ്പോൾ അതിങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം വേറൊരു വൈറ്റ് വഴുതന ഞാനിവിടെ പാകി വെച്ചിട്ടുണ്ട്. അത് പറിച്ച് നടാൻ പരുവായിട്ട് നിൽക്കുന്നതാണ്. ഇത് നമ്മുടെ വൈറ്റ് ഓവൽ വഴുതനയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം വളർന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് വളർന്ന് വരുന്ന സമയത്ത് 2 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് നൈസായിട്ട് ചാണക വെള്ളമൊക്കെ കലക്കി ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇനി നമ്മളിതെല്ലാം നമുക്ക് പറിച്ച് നടണമെന്നില്ല കേട്ടോ. ഇതിനകത്തുള്ള ചെറുതിനെയൊക്കെ അതിൽ നിർത്തിയിട്ട് ഈ വലിയ തൈകളെയൊക്കെ നമുക്ക് മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം വലുതിനെ മാറ്റി നടുമ്പോൾ ഈ ചെറുത് എല്ലാം തല പൊങ്ങി മുകളിലോട്ട് വന്നോളും. വീണ്ടും നമുക്ക് അതിനെയൊക്കെ പറിച്ച് നടാം. അപ്പോൾ ഇനി ഈ തൈയിനെ എങ്ങനെ നമുക്ക് നടാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ വഴുതന നടാൻ പോകുന്നത് പയർ നട്ടിരുന്നതായ ഒരു ഗ്രോ ബാഗിനകത്താണ്. ഈ പയർ നട്ട ഗ്രോ ബാഗിനകത്ത് വീണ്ടും നമ്മൾ പയർ നടാതെ ഓരോ പച്ചക്കറികളിങ്ങനെ മാറ്റി നട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിനി പയർ നട്ടതിനകത്ത് വഴുതന നടാൻ പോവുകയാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വഴുതന പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് മുളക് നടാം. അങ്ങനെ മാറ്റി നടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ മണ്ണ് നമുക്കിവിടെ തട്ടിയിടാം. അതിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം. ചാണകപ്പൊടി ഉണ്ടല്ലോ, ഒരു തൈക്ക് വേണ്ടതായ വളം മാത്രം കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മുടെ സൂപ്പർ മീൽ എന്ന് പറയുന്നതായ വളമാണ്. അതൊരു നുള്ള് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര അതിനകത്തോട്ട് ഇടാം. അപ്പോൾ സ്വല്പം സൂപ്പർ മീൽ ഇട്ടു. അതിനകത്ത് ഒരു സ്വല്പം നമ്മുടെ സൂഡോമോണോസും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരുപാടൊന്നും വരേണ്ട കാര്യമില്ല, കുറേശ്ശെ മതി കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കർഷകൻ്റെ മിത്രം ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. 2 പേരുണ്ടെന്ന് ഇതാ അടക്കണം. കുറേ ഉണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പ്രാവശ്യം ഒരു ചട്ടിക്കകത്തോട്ടാണ് നടുന്നത്.
അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് പോട്ടോ അല്ലെങ്കിൽ നമ്മൾ സിമെൻറ്റ് ചട്ടിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോളൊക്കെ ശരിയായിട്ട് വെള്ളമൊക്കെ പോകുന്ന രീതിയിലാണോ എന്ന് നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹോളൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. വെള്ളം കെട്ടിക്കിടക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി അതിൽ നിന്ന് ചീഞ്ഞു പോകാനായിട്ട് ഇടവരും. അപ്പോൾ എല്ലാ ഹോൾസും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കരിയിലയോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ശീമക്കൊന്നയുടെ ഇലയോ നമുക്ക് വെച്ച് കൊടുക്കാം. ശീമക്കൊന്ന് പച്ചിലകൾ വെക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ പ്ലാവിൻ്റെ ഇല ഒക്കെ വെക്കാം. തേക്കിൻ്റെ ഇലയും റബ്ബറിൻ്റെ ഇലയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പുളിയുടെ ഇല ഇതൊക്കെ ഒഴിവാക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മണ്ണ് നിറയ്ക്കാം. ഇതിപ്പോൾ ആദ്യമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്, ഫുള്ളായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ മണ്ണ് ഒട്ടും ഫലപുഷ്ടി ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്ത് വേണമെന്ന് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് 10 ദിവസം വെച്ചതിന് ശേഷം വളം കൊടുത്തിട്ട് തൈകളൊക്കെ പറിച്ച് നടാനായിട്ട് ശ്രമിക്കണം. മണ്ണ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് വളരുന്നതിനനുസരിച്ച് വളം കൊടുക്കണം. വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം. വളരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കുഴി എടുത്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി അതിനകത്തോട്ട് ഇടാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തൈനെ അതിനകത്തോട്ട് ആക്കാം. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് ആരോഗ്യമുള്ള തൈകളെ എല്ലാം പറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് പറമ്പിൽ നടാം, അല്ലെങ്കിൽ ചട്ടിക്കകത്ത്, ഗ്രോ ബാഗിനകത്ത്, ടെറസിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് നടാം. ഇതെല്ലാം നല്ല പരുവായിട്ട് നിൽക്കുന്ന തൈകളാട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചട്ടിക്കകത്തോട്ട് നടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി എടുക്കുക, നമ്മളിതിനകത്തോട്ട് നടുക. നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനയുടെ നടിയിൽ. കണ്ടല്ലോ. ഇനി ഇതിന് സ്വല്പം വെള്ളം നനച്ചിട്ട് മാറ്റി വയ്ക്കണം, തണലിൽ വയ്ക്കണം. എപ്പം നടുമ്പോഴും രാവിലെയും വൈകുന്നേരവും നടാനായിട്ട് ശ്രമിക്കണം. അപ്പം ബാക്കി മണ്ണ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ണ് നമുക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഗ്രോ ബാഗിനകത്തൊക്കെ നമ്മൾ നിറച്ചിട്ട് അപ്പം തന്നെ നടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി തീരും, എല്ലാം നട്ട്. അതല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. എൻ്റെ കാര്യം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഈ മണ്ണും കൂടെ നമുക്ക് അതിനകത്തോട്ട് വാരിയിടാം. അപ്പോൾ ഗ്രോ ബാഗിനകത്തും അധികമുള്ള മണ്ണ് നിറച്ചു. അതിനകത്തോട്ട് ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമ്മുടെ അടുത്ത ഒരു തൈയും കൂടെ നടാം. ഇനി ബാക്കിയിരിക്കുന്ന തൈനെ എല്ലാം ഇനി പറമ്പിൽ കൊണ്ട് നടണം. കുറച്ചും കൂടെ ഗ്രോ ബാഗിനകത്തോട്ട് നടണം. നല്ല അടിപൊളി തൈകൾ കണ്ടോ, ഒരു കുഴപ്പമില്ലാത്ത തൈകൾ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ കുറച്ച് വഴുതന ഗ്രോ ബാഗിനകത്ത് നട്ടിരിക്കുന്നതാണ്. അതിനകത്ത് പൂക്കളൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്ലറി കൊണ്ടുവന്നതിനകത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ചാണകവും സുഡോമോണസ് കൂടെ കലക്കി ഒഴിക്കാറുണ്ട്. ചിലപ്പോൾ ചാണകവും വിവേറിയും കൂടെ കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കി നമുക്ക് ഒഴിക്കാം. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെയുള്ള മഴയുടെയൊക്കെ ശല്യം കൊണ്ട് ഇങ്ങനെയുള്ള വണ്ടുകൾ കണ്ടോ, ഈ സംഭവം വന്നിരുന്നിട്ട് നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇലകൾ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ അതിനെ അങ്ങനെ വെച്ചിട്ടങ്ങ് നശിപ്പിച്ച് കളയുക. എപ്പോഴും വന്ന് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറേയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും. പിന്നെ പൂക്കളൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമ്മളൊന്ന് പുകയൊക്കെ തട്ടിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കളൊക്കെ നമുക്ക് കായ്കളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും വളർന്നതിന് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള ആഹാരം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെടിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടിയിൽ നിന്ന് എന്തെങ്കിലും വാടി നിൽക്കുന്ന ഇലകളോ അതേപോലെ തണ്ട് വാടി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവിടം വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. അത് തണ്ട് തുരപ്പൻ്റെ ശല്യം കൊണ്ടാണ് അങ്ങനെ ഇല വാടുന്നതും തണ്ടുകളൊക്കെ വാടിപ്പോകുന്നത്. പിന്നെ ഈ തണ്ട് തന്നെ ഒടിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ വഴുതനയ്ക്ക് വരുന്ന ഒരു രോഗമാണ് കേട്ടോ. അപ്പം ഒരു സ്വല്പം കുമ്മായം ഒന്ന് കലക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അതിൻ്റെ തണ്ടിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ പുഴുവിൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിയുള്ളൊരു ആഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ചുവടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലോട്ട് നമ്മുടെ
ചാണകപ്പൊടിയോ കോഴിവളമോ ആട്ടുംകാഷ്ടമോ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ഇടാം. എല്ലുപൊടി ഇല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മീൽ ഉണ്ടെങ്കിൽ അതിടാം. എന്തെങ്കിലും ഒരു ജൈവവളം അതിനകത്ത് ഇട്ട് കൊടുക്കാം. ദൂരെ മാറ്റി ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുട്ടത്തോടുണ്ടല്ലോ, മുട്ടത്തോടും ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. മിക്സിക്കകത്ത് നല്ലതുപോലെ പൊടിച്ച് വെച്ചിരിക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉറപ്പിച്ച് നിർത്തണം. കുറച്ച് സ്ഥലം ബാക്കി ഇട്ടേക്കുക. അതുകൊണ്ട് നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വളമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നല്ലതുപോലെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇനി ഒരു കമ്പൊക്കെ നമ്മൾക്ക് കുത്തി വയ്ക്കണം. ഇത് വലുതാവും തോറും ചാഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒരു കമ്പും കൂടെ വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് കാറ്റത്തോ മഴയത്തോ ഒന്നും വീണു പോകില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഏത് വഴുതനയും ഏത് പച്ചക്കറിയും നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ വഴുതന കൃഷിയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആരും ഇത് ചെയ്യാതിരിക്കരുത്. എല്ലാവർക്കും എല്ലാവരും വഴുതന കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെ വഴുതന കൃഷിയും അതേപോലെ തന്നെ പച്ചക്കറി കൃഷികളെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾക്കും കൃഷി ചെയ്യാവുന്നതാണ്. ഓണത്തിനൊക്കെ നമ്മൾ വിളവെടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നതാണ് വിളവെടുപ്പ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒരു 10 മൂട് പച്ചക്കറികളെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാവരും കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വഴുതനയുടെ പലതരം വിത്തുകൾ നമ്മുടെ കൈവശമുണ്ട്. ഒരു 7-8 ടൈപ്പ് വഴുതന വിത്തുകളുണ്ട്. പണ്ടൊക്കെ നമുക്ക് 1-2 വഴുതനയൊക്കെ നമുക്ക് അറിയത്തുള്ളായിരുന്നു അല്ലേ. അപ്പോൾ പല കളറിലും ഷേപ്പിലും ഒക്കെ ഉള്ളതായ വഴുതനകളും മുളകുകളും പയറുകളും എല്ലാം ഇഷ്ടം പോലെയാണ്. കുറേ വെറൈറ്റികളാണ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.